ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ദിക്റിന്റെ ഒരു സദസ്സിൽ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കാന്നുള്ളത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഹൃദയം കൊണ്ട് ചിന്തിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മരണം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറത്തുൽ ഖിയാമ എന്നല്ല എടുത്തുകൊണ്ടിരിക്കുന്നല്ലേ. പക്ഷെ ഞാൻ ഇന്ന് സൂറത്തുൽ ഖിയാമ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ സൂറത്ത് ആല ഇമ്രാന്റെ ഒരായത്തിന്റെ കുറച്ച് വിശദീകരിക്കാൻ ബാക്കിയുണ്ടല്ലോ, അത് ഏതായാലും പൂർത്തിയാക്കാന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. സൂറത്ത് ആല ഇമ്രാനിലെ അസ്വാബിരീന വസ്വാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്നുള്ള ആ ആയത്തിന്റെ അതില് പിന്നെ അൽ മുൻഫിഖീൻ എന്നുള്ള ആ ഒരു ഭാഗമാണ് കുറച്ചും കൂടി വിശദീകരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. ശരിക്കും ഭയങ്കര ഒരു കുദ്റത്ത് തന്നെയാണ് അല്ലെ. ഓരോ ആയത്തുകളും നമുക്ക് എത്രയാ അറിവുകൾ തരുന്നത്. മനുഷ്യനെ അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശരിക്കും ഖുർആനെ നമ്മള് വെറുതെ പാരായണം ചെയ്താൽ നമുക്ക് കൂലി കിട്ടും അല്ലെ. പക്ഷെ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്തായാലും അതിന്റെ അർത്ഥവും ആശയവും പഠിക്കന്നെ ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ശരിക്കും ഇപ്പൊ നമ്മള് സൂറത്തുൽ ബഖറ ആവട്ടെ മറ്റേത് സൂറകളാവട്ടെ, ഖുർആനിൽ നമ്മൾ ഏതൊരു ആയത്ത് എടുത്താലും അത് എന്താണ് അല്ലെ, ഈ ആയത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്, അത് നമുക്ക് തീർച്ചയായും നമ്മളെ അറിവില് വർധനവ് നൽകും, നമ്മുടെ അമൽ ചെയ്യുന്നതിൽ വർധനവ് നൽകും, നാളെ പരലോകത്ത് പ്രതിഫലത്തിലും വർധനവ് തരും അല്ലെ. തീർച്ചയായും. അപ്പൊ നമുക്ക് തദബ്ബുറോട് കൂടി തന്നെ ഓരോ ആയത്തുകളും പഠിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം ഉള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം ദാനധർമ്മം അല്ല, ചെലവഴിക്കാന്ന് പറഞ്ഞാല് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. നമ്മൾ സൂറത്തുൽ ബഖറന്റെ തുടക്കത്തിൽ തന്നെ അത് വരുന്നുണ്ട് അല്ലെ. അള്ളാഹു നൽകിയതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹു എന്താണോ നൽകിയത് അതിൽ നിന്ന് നമ്മൾ എന്താക്കണം, നമ്മള് ചെലവഴിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും പിന്നെ ഈ ചെലവഴിക്കുന്ന വിഷയം പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഇന്ന് രാവിലെ അയച്ച ക്ലാസ് എല്ലാരും കേട്ടിനാ? ഒരു അനുഭവം, ബഷീർ ഖാന്റെ അനുഭവം പറയുന്നില്ലേ, അത് കുറച്ചൊന്ന് കേട്ടാ പോരാട്ടാ. അത് രണ്ടു മൂന്ന് ഓഡിയോ ഇനിയും ഉണ്ട് എന്റെ അടുത്ത്, ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വേറെതും അതിന്റെ ശേഷമുള്ളതെല്ലാം ഉണ്ട്. ഞാൻ അയച്ചു തരാം. ഓരോ ദിവസം ഓരോന്നായിട്ട് അയക്കാന്ന് വിചാരിച്ചിട്ടാ. ഒരു പ്രാവശ്യം നമ്മൾ കേട്ടാ പോരാ. ഓരോ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും അനുഭവം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണുന്ന അനുഭവങ്ങളല്ലേ. സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം. പക്ഷെ ഇപ്പൊ നോക്കിയാൽ ഒരു ആയത്തെ ഉദ്ദേശിച്ചിട്ടാണ് ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ശരിക്കും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എത്ര ചിന്തിക്കുന്നുണ്ടാ അല്ലെ. ശരിക്കും നമ്മളെ മുമ്പിൽ രോഗം കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ പട്ടിണി കൊണ്ടും മറ്റ് പലവിധ പ്രയാസങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആൾക്കാർ നമ്മൾ ചുറ്റിലുണ്ട് അല്ലെ. ഇന്നലെ ഞാൻ ഒരു ആളുടെ ഒരു വിഷമം പറഞ്ഞിട്ട് ഞാൻ വോയിസ് ഇട്ടിട്ട് മാഷാ അല്ലാഹ് കുറേ ആൾക്കാര് അവരവരാൽ കഴിയുന്ന രീതിയിൽ അല്ലെ 100 രൂപയെങ്കിലും പറഞ്ഞുകൊണ്ട് അത്രയും ചെറിയ എമൗണ്ട് ആയാലും ആൾക്കാര് മടിയില്ലാതെ അയക്കുന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ ശരിക്കും അവരെ ആവശ്യം എന്ന് പറയുന്നതില്ലേ ആവശ്യം പോലും അല്ല അവരത് അല്ലെ. എന്നുവെച്ചാല് നമുക്കിപ്പോ ഒരു വീടെന്ന് പറയുമ്പോ ഒരു വീടിന് വാതില്, ഈ പറഞ്ഞ ക്ലോസറ്റ്, അതല്ല കറണ്ട് ഇല്ലേ, കറണ്ടിന്റെ കണക്ഷൻ, അതിന്റെ വയറിങ് അതെല്ലാം നടത്താനുണ്ട് അത്രേ. ശരിക്കും അതെല്ലാം ജീവിത അത്യാവശ്യങ്ങളല്ലേ. അപ്പൊ ഇന്നലെ ഞാൻ വേറൊരാളായിട്ട് ഇതിന് സംസാരിച്ചപ്പോ ഓരോ പറയുന്നത് ശരിക്കും സുബ്ഹാനല്ലാഹ്, നമ്മളല്ലേ ഈ ദുനിയാവിൽ എത്ര സുഖലോലുപതയിലാ ജീവിക്കുന്നത്. നമ്മളുള്ള സൗകര്യങ്ങള് പിന്നെയും എന്താക്കിയാ ചെയ്യുന്നത്, അതൊന്നും കൂടി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. നമ്മളെ വീടാകട്ടെ, നമ്മളെ ആവശ്യങ്ങളും നമ്മളെ സൗകര്യങ്ങളും കൂടി വരുന്നേ ഉള്ളൂ നമുക്ക് അല്ലെ.
പക്ഷെ ചില ആൾക്കാര് അത്യാവശ്യങ്ങൾക്ക് പോലും എന്താക്കിയെന്ന് ബുദ്ധിമുട്ടേന്ന് അല്ലെ. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അത് അവരെ പരീക്ഷണം എന്ന് പറയാ. ഒരു ഭാഗത്ത് അത് ശരി തന്നെ. പക്ഷേ ഇവരതെല്ലാം പൈസ ആരെ കൈമേലാ ഉള്ളേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പൈസ അള്ളാഹ് കുറെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ കയ്യിൽ സമ്പത്ത് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതാ അല്ലേ. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? എന്റെ പൈസ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെലവാക്കും അല്ലെ. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടിയാൽ നമുക്ക് എന്താക്കാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെലവാക്കാലോ. ചെലവാക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാളെ നമ്മളോട് എന്താക്കും? ചോദിക്കും അല്ലെ, ഇന്ന പോലെ വിഷമിക്കുന്നുണ്ട്, നീ എന്താ ചെയ്തു കൊടുത്തേ? നീ അവർക്ക് വേണ്ടി നിന്റെ പൈസയിൽ നിന്ന് എന്താ നീ ചെയ്തു കൊടുത്തേ? നമ്മളോട് നാളെ ചോദിക്കും അല്ലെ. അപ്പൊ കൊറേ ആൾക്കാരടുത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഇല്ലാണ്ട് ഇങ്ങനെ അല്ലെ, എന്താ വേണ്ടേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നു. ശരിക്കും ഈ പെണ്ണുങ്ങൾ എന്നെ കുറെ പ്രാവശ്യം എന്നോട് ഓരോ ആവശ്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഞാന് എങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇത് പറയണ്ടേ വിചാരിച്ചിട്ട് മടിയാവും ചെയ്യുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അന്ന് രാവിലെ അന്ന് തന്നെ എന്നോട് പറയുന്ന പോലെ എനിക്ക് എന്തോ ഒരു ഫീലിംഗ്, നീ വോയിസ് അയക്ക് എന്തോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അത് നിർത്തിയിട്ടാണ് ഞാൻ ഈ വോയിസ് അയച്ചത്. ശരിക്കും സുബ്ഹാനല്ലാഹ്. അതെ. അപ്പം പിന്നെ ഓര് ശരിക്കും മടിച്ചിട്ട് ആന്ന് എന്നോട് പറഞ്ഞേ, ഒന്നുമില്ലെങ്കിൽ ഒരു മുമ്പിലത്തെയും ബേക്കിലത്തെ ഒരു ഡോറും 2 ക്ലോസറ്റും മാത്രം വെച്ചാൽ മോളെ, നിന്നോട് കുറെ പ്രാവശ്യമല്ലേ ഞാൻ ചോദിക്കുന്ന, എനിക്ക് മടിയാവുന്ന വിളിക്കാന്, ഇനി ഞാൻ നിന്നെ വിളിക്കൂല, ഞാൻ അന്നേ എന്നോട് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു, നീ ഒന്നും വിചാരിക്കല്ലേ മോളെ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുറെ പറഞ്ഞിട്ടാ വിളിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ ഓരോ മടി കൊണ്ട് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നമ്മളെ സാറുത്തേന്ന് എന്റെ നമ്പർ എടുത്തു, എന്നിട്ട് ഞാൻ ഓർമ്മ പറഞ്ഞു എന്റെ നമ്പർ കൊടുക്കണ്ട. ഒന്നുമില്ല, ഇങ്ങനത്തെ ആൾക്കാർ എല്ലാവരും ഒരുപോലെ ഇല്ല. ചില ആൾക്കാർ വെറുതെ വിളിച്ചിങ്ങനെ ഇതാക്കി കോടിക്കും, പറഞ്ഞാലൊന്നും മനസ്സിലാവൂല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ നമ്പർ കൊടുക്കണ്ടാന്ന്. അവരൊക്കെ സഹായിച്ചാൽ പിന്നെ വിടൂല. അങ്ങനെ ഉണ്ടല്ലോ. ഞാനല്ല സഹായിക്കുന്നത്, നിങ്ങളെല്ലാരും തന്നിട്ട് കൊടുക്കുന്നതാ. പക്ഷെ എന്നാലും എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കണ്ട. എന്നിട്ടാണ് നീ ഒന്ന് വിചാരിക്കല്ലോ മോളെ, സാറിത്താനോട് പറഞ്ഞിനി എന്നെ നിന്നെ വിളിക്കണ്ടാന്ന്. എന്നിട്ട് ഞാൻ പിന്നെ ആരും മുമ്പേ ഞങ്ങൾക്ക് ചോദിക്കാനില്ല മോളെ, അതുകൊണ്ടാ ഒന്നും ഉണ്ടെങ്കിൽ തന്നാ മതി മോളെ, ഉണ്ടെങ്കിൽ ഇനി ആരോടും ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിൽ പോട്ട് വേണ്ട, അത്രയും. പക്ഷെ ആവശ്യം വെച്ചാൽ അത്യാവശ്യമാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ആൾക്കാരുണ്ട് ഇല്ലേ. ഇവിടെ കാട്ടാമ്പള്ളി ഇന്ന് വരാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ കാണേന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ചെലവഴിക്കൽ എന്ന് പറയുന്ന ഒരു വിഷയം ശരിക്കും വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മളെ ഗ്രൂപ്പ് തന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കുറെ ആൾക്കാര് ഒന്നുമില്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് ഓരോരുത്തർ തരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഒരുപാട് ആൾക്കാർക്ക് മരുന്ന് വാങ്ങാനും ജീവിത ചെലവും ഭക്ഷണ സാധനങ്ങളും ചില കുട്ടികളെ ഫീസ്, അങ്ങനെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു. മാസം കൃത്യമായി മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെലവഴിക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പം ശരിക്കും ചെലവഴിക്കുന്നത് കൊണ്ട് സഹായിക്കപ്പെടുന്നത് ആരാണ്? നമ്മൾ കൊടുക്കുന്ന ആളാണോ നമ്മളാണോ? നമ്മളാണ് ശരിക്കും സഹായിക്കപ്പെടുന്നത്. നമ്മളെന്താ വിചാരിക്കുന്നത്? പക്ഷെ നമ്മളെ കൊണ്ട് അവർക്ക് സഹായം കിട്ടുന്നു അല്ലെ. അങ്ങനെ വിചാരിച്ചാൽ പോയി. ഇതിനൊക്കെ അള്ളാഹു നമ്മളെ മുമ്പിൽ അള്ളാഹു അവസരം തന്ന് അല്ലെ, നമ്മൾ ചെലവഴിക്കുമ്പോ നമുക്ക് നമ്മളാണ് സഹായിക്കപ്പെടുന്നത്. അള്ളാഹുവിനാൽ നമ്മളാണ് സഹായിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹ് അല്ലെ. നമുക്ക് ഒരാൾക്ക് ഒരു 100 രൂപ കൊടുക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയാല് അവിടെ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ പറയാം. കാരണം അള്ളാന്റെ തൗഫീഖോട് കൂടിയിട്ട് നമുക്ക് ഒരു ദാനധർമ്മം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു അല്ലെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മിനിറ്റ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തില്, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കർമ്മമാണെന്ത്? ദാനധർമ്മം എന്ന് പറയുന്നത് അല്ലെ. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദ് നബവിയില് ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനെക്കാട്ടിലും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ത്? ഒരാളെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് പോവാന്നുള്ളത്. അത്രയും പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അത്. സദഖ അല്ലെങ്കിൽ ചെലവഴിക്കാന്ന് പറയുന്നത് ചിലപ്പോ നമ്മളൊരു ഫോൺ കോള് മതിയാവും, അതായിരിക്കും അവർക്കുള്ള ഒരു സഹായം. നമ്മളൊരു സ്ഥലത്ത് ഒരാൾ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. അത് നമ്മൾ ചെലവഴിക്കണം നമ്മളത്.
നമ്മൾ ഒരാളോട് പറയുന്നതിനെ കൊണ്ട് ചോദിക്കുന്നതിനെ കൊണ്ട് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന്, നമ്മള് പാവപ്പെട്ടവന്റെ കാര്യത്തിൽ നമ്മൾ എന്താക്കണം, പ്രോത്സാഹനം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അല്ലെ. നമ്മളെ സ്വർഗത്തിന്റെ വിഷയം അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു മടി കാണിക്കേണ്ട ഒരു ചെലവ്, ഒരു വോയിസ് അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ട് എന്താക്ക, നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അല്ലെ. അങ്ങനെ നമ്മൾ ഓരോരുത്തർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. പിന്നെ പ്രാർത്ഥന മസ്റ്റാണ്. എന്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. നിർബന്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അല്ലെ നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഈ ദുനിയാവിലൊരു ഇതിനാണ് എത്തുന്നത് അല്ലെ. നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, പ്രാർത്ഥിക്കണം. എല്ലാം തന്നെ ദുനിയാവും ആഖിറും നമ്മളെ സ്വന്തം കാര്യം പോലെ തന്നെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ദാനധർമ്മങ്ങളെ കാര്യം പിന്നെ ഇപ്പം ചെലവഴിക്കുന്ന വിഷയം പറയും അല്ലെ. ശരിക്കും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പോലും എന്താണ്, ഇരട്ടി പ്രതിഫലാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ചിന്തിച്ചു നോക്കട്ടെ, നമ്മളെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കാം, സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മക്കളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന അത് ശരിക്കും അതും സദക്കയാണ് അല്ലെ. സ്വന്തം കുടുംബത്തിനെ നോക്കൽ നമ്മൾ ഉത്തരവാദിത്തം ഇല്ലേ? ഉണ്ട്. വീട്ടിലേക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെലവഴിക്കുന്നതും എന്താണ്, എല്ലാം പിന്നെന്താ, നല്ലൊരു വാക്ക്, നല്ലൊരു മുഖത്ത് അല്ലെ നോക്കി പുഞ്ചിരിക്ക, അതുപോലെ എന്താണ് സദഖയാണ് അല്ലെ. അംറും ബിൽ മഅറൂഫി സദഖ, നഹ്യും അനിൽ മുൻകരി സദഖ അല്ലെ. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. അതുപോലെ കുല്ലു തക്ബീറും സദഖ, കുല്ലു തഹ്മീദും സദഖ അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം എന്താണ്, സദഖയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കുന്ന വിഷയത്തില് അതും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കാനല്ല അല്ലെ. നമ്മളൊന്നും കൊടുക്കേണ്ട ആളല്ല, നമ്മൾ വാങ്ങേണ്ട ആളാന്ന് ആരും വിചാരിക്കണ്ട. കാരണം അതും ഒരു ഭയങ്കര ഒരു ഇതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഞാൻ തന്നെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്, സദഖ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ, വിഷമിക്കുന്ന ആൾക്കാരും അറിയാം, തരുന്ന ആൾക്കാരും അറിയാം. പക്ഷെ ചിലക്ക് ഞാൻ ഓരോരോ ആൾക്കാരെ മനസ്സിന്റെ ഒരു ഇത് പറഞ്ഞുതരാനാണ്. എന്നാ ആളാരാണ് എന്താന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോ പറയുന്ന ആൾ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവോ അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താന്ന് വെച്ചാല്, ഒരു വിഷമിക്കുന്ന ഒരാൾക്ക് സഹായിക്കണം എന്നുണ്ട്. അപ്പൊ ഈ കൊടുക്കുന്ന ആൾക്ക് എന്താകാൻ പറ്റൂല, ഇവരാണ് സഹായിക്കുന്നത് ഇവർക്ക് അറിയാൻ പറ്റൂല. അത് മാത്രല്ല, നമ്മളെ സദഖ ഗ്രൂപ്പിൽ വെച്ചാൽ കുറെ ആൾക്കാരിലേക്ക് സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഓരോരുത്ത് പിന്നെ പെട്ടെന്ന് പൈസ ഇല്ലേം താനും ഇവർക്ക് കൊടുക്കും. അപ്പൊ എന്നോട് എന്താ വെച്ചാല്, നിങ്ങൾ കുറച്ച് നിങ്ങളെ ഗ്രൂപ്പിന്റെ ഇതിൽ നിന്ന് കുറച്ച് പൈസ കടമായിട്ട് ഇന്നൊരാൾക്ക് കൊടുക്കോ. അവർക്ക് ഞാൻ കൊടുക്കും, പക്ഷെ ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല, നിങ്ങളെ ഗ്രൂപ്പിൽ അയച്ചു തരാം. അപ്പൊ എനിക്ക് 2 പ്രതിഫലം കിട്ടുമല്ലോ. ശരിക്കും മാഷാ അല്ലാഹ് ഒരു മനസ്സിന്റെ നിയത്ത്. അവരറിയും വേണ്ട ഇവരാ കൊടുത്തിന്നുള്ളത്, അവരറിയും വേണ്ട. എന്നാ ഗ്രൂപ്പിലിട്ടിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഇതിൽ കൊടുക്കുമ്പോ എന്താന്ന്, കുറെ ആൾക്കാർക്ക് അത് ഇത് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാം നിയത്ത് മാഷാ അല്ലാഹ്. ശരിക്കും ആ ഒരു ഇഖ്ലാസ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ മാസത്തില് ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അതായത് ഭയങ്കര വിഷമാണ്, കുട്ടികളെ പഠിപ്പും കാര്യങ്ങളും അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ചെറിയൊരു തുക, 1500 റുപ്യ മാസത്തിൽ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഓരോരാളെ വിഷമം പറഞ്ഞിട്ട് വോയിസ് ഇട്ടാലില്ലേ, ഓരോ ഇതിലേക്ക് ഒരു 100 റുപ്യ ഫസ്റ്റ് വരിക. അങ്ങോട്ട് നമ്മൾ സഹായം കൊടുക്കുന്ന ആളാ, അത്രയും വിഷമാണ്. പക്ഷെ എന്നാലും ഉള്ളിൽ നിന്ന് കാച്ചിക്കുറുക്കിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു അയക്കാനുള്ള ഒരു മനസ്സിന്റെ ആ ഒരു ഇത് സുബ്ഹാനല്ലാഹ്. ശരിക്കും അതിലൊരു വലിയൊരു വിശാലമായ ഒരു അപ്പൊ സദക്കയുടെ പിന്നെ ഒരുപാട് ശ്രേഷ്ഠതകളും ഇതും പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, അമിതമാകാൻ പാടില്ല, പിശുക്ക് കാണിക്കാൻ പാടില്ല. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മിതവ്യയം. എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് എന്തില്ല, അമിതമാകുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വീട്ടിലെ, അതായത് നമ്മൾക്ക് ചെലവിന് കൊടുക്കൽ ബാധ്യസ്ഥരായ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാര്യം നോക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെയുള്ളവരെ വെച്ചിട്ട് അവരെ പട്ടിണി കിട്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഒരു സഹാബി മരണാസന്ന കാലഘട്ടത്തിൽ ചോദിക്കണ്ടേ, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും ഇതിനു വേണ്ടിയിട്ട് എന്താ പറഞ്ഞത് ഞാന്,
ഒരു സഹാബി അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു മരണാസന്നനായ ഘട്ടത്തില് ഇത്രയൊന്നും വേണ്ട. ഇത് മുണ്ടസ്താന്റെ പുതിയ ബുക്കിന്റെ ഇതാണ്. എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇങ്ങനെ ചോദിച്ചില്ല എന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കാൻ പറയും വേണ്ട അല്ലെ, നിന്റെ പിന്നെ മക്കള് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കാര്യത്തിന് വേണ്ടിട്ട് ബാക്കി വെക്കണം. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് 1/3 മാത്രമേ വസിയത്ത് ചെയ്യാൻ വേണ്ടിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ചെലവഴിക്കണം, പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ നോക്കുക, അതിലെല്ലാം ബാക്കി വെച്ചിട്ട് മാത്രമേ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇതൊന്നും നമ്മളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ, ഇതെല്ലാം സഹാബാക്കളോട് പറയണ്ടു. എന്ത് നിങ്ങൾക്കുള്ളത് കുറച്ച് ബാക്കി വെക്കണേ എന്നുള്ളത് സഹാബാക്കളോട് പറയുന്ന കാര്യമുണ്ട്. അല്ലാണ്ട് നമ്മളെന്തായിട്ട് നമുക്ക് വെക്കാണ്ട് കൊടുക്കുകയും ചെയ്യില്ല അല്ലെ. കൊടുക്കോ? അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ? അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണണേനു. സുബ്ഹാനല്ലാഹ്. അവരെല്ലാം മനസ്സ് എത്രയാണല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹുവിനെല്ലാം കിട്ടിയിട്ട് 1,00,000 ദീനാർ ദിർഹം കൊണ്ട് കൊടുത്തിട്ട് ഫുള്ള് സദക്ക ചെയ്തു അല്ലേ. എന്നിട്ട് അന്ന് നോമ്പുറിക്കാനേ ഹൃദയോട് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് എടുത്ത് വെച്ചുകൂടാനോ? എനിക്ക് ഓർമ്മയില്ല. എന്ത് സ്വന്തത്തിന് വേണ്ടിട്ട് എടുത്തു വെക്കാൻ. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? ഞമ്മക്ക് വേണ്ടത് ആദ്യം നമ്മൾ എടുത്തു വെക്കൂ അല്ലെ. നമ്മൾ അവരെ തമ്മിൽ വ്യത്യാസം ഇതാണ്. നല്ലത് നോക്കിയിട്ട് നമ്മൾ ആദ്യം എടുത്തു വെക്കും, അല്ലെങ്കിൽ കുറച്ച് നല്ലോണം തന്നെ നമുക്ക് എടുത്തു വെക്കും. എന്നിട്ട് പിന്നെ കുറച്ച് ബാക്കിയുള്ള കൊടുക്കും അല്ലെ. എന്നാലും അത്രയെങ്കിലും നമ്മള് മനസ്സ് കാണിക്കുന്നില്ലേ അല്ലെ. അല്ലാഹു അക്ബർ. അള്ളാഹു വിശാലമായ മനസ്സ് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ, കൊടുക്കാനുള്ള മനസ്സ്. അള്ളാഹു ശരിക്കും ധനം എന്ന് പറയുന്നത് ധനികർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതല്ല അല്ലെ, എല്ലാവരിലേക്കും എത്തേണ്ട ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു നൽകിയതിൽ നിന്ന് നമ്മൾ എന്താക്ക? ചെലവഴിക്ക അല്ലെ. പരിശുദ്ധ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അത് സൂറത്തു യാസീനിൽ അല്ലെ. ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ അല്ലെ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവിശ്വാസികൾ പറയും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നല്ലോ അല്ലെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ കൊടുക്കുന്ന ആൾക്ക് ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? അതൊരു മുടൻ തന്നെയാണ്. എന്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസികൾ പറയുന്നതാണ് അല്ലെ. നിങ്ങൾ തന്നെയാണ് വ്യക്തമായ വഴികേടിൽ അള്ളാഹു താല പറയും. അത് കൊടുക്കാതിരിക്കാൻ പറയുന്ന ഒരു മുടന്ത ന്യായം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്ന ഒരു കാര്യമാണ് എന്ത്? സദഖ, ദാനധർമ്മം അല്ലെ. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ, ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞേ. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. 3 കാര്യങ്ങൾ ഞാൻ ഇമ്പോസിഷൻ ഏൽപ്പിക്കും. അത് നമ്മള് അതല്ല, അത് മരിച്ചതിനെ ബാക്കിയാകുന്നതല്ലേ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടേ. വേഗമാണോ ആയത്ത് പറഞ്ഞാൽ എന്താ അതിന് ഉത്തരം? അതുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇത് ചോദിച്ചത്. എന്തായാലും ഇമ്പോസിഷൻ ഏതിക്കാം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി. പഠിച്ചിട്ടില്ലേ? സൂറത്ത് ഏതാന്ന്? സൂറത്ത് ഏതാന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ സൂറത്തിന്റെ പേരടക്കം ഇമ്പോസിഷൻ എഴുതിപ്പിക്കും ഞാൻ. ഞങ്ങൾ പഠിപ്പിച്ച സൂറത്താ, കഹ്ഫൊന്നല്ല. ബാക്കി ഓതത്തരെ എന്നാ കിട്ടോ നോക്കട്ടെ. ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടോ നോക്കട്ടെ. റോന്ന് വെച്ചാ പറഞ്ഞുതരൂല, ഉറപ്പിച്ച് പറയണം. പഠിപ്പിച്ച സൂറത്തല്ലേ ഓർമ്മിക്കുന്നു. അല്ലാഹു അക്ബർ. സൂറത്തുൽ ഫാത്തിർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത
وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ഞാൻ നിർത്തിയത് ഖുറാൻ ക്ലാസ്. ഞാനിത് എത്ര വട്ടം നിങ്ങൾക്ക് ഓടിത്തന്നു ഈ ആയത്ത്. ഞാൻ ഇത് അറിയുകയും ചെയ്തിരുന്നു. ഇത് കല്ലിൽ കൊത്തി വെച്ച പോലെ നമ്മൾ ഓർമ്മിക്കേണ്ട ആയത്താണ്. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം ഇങ്ങനെ മറന്നുപോയാൽ പിന്നെ എന്ത് നമുക്ക് ലാഭമുള്ളേ? തിജാറത്തൻ ലൻ തബൂർ. ഫസ്റ്റ് പറഞ്ഞത് തിലാവത്തുൽ ഖുർആനാണ്, ഖുർആന്റെ പാരായണം. അഖാമുസ്സലാ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. പിന്നെ അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കാം. എന്തായാലും 25 വട്ടം ഈ ആയത്തും അതിന്റെ അർത്ഥങ്ങൾ എഴുതണം. ഇവിടെ ക്ലാസ്സിൽ വന്ന ആളെ എഴുതണം, ഗൂഗിൾ മീറ്റിലുള്ള ആളെ എഴുതണം, ഗ്രൂപ്പിലുള്ള എല്ലാവരെ കൊണ്ട് എഴുതിപ്പിക്കും ഞാൻ. എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല, ആയത്ത് ഓതിട്ട് അതിന്റെ അർത്ഥം വോയിസ് ആയിട്ട് അയച്ചു തന്നാലും മതി. 25 ഉള്ളൂ, ആകെ 25. 100 പ്രാവശ്യം തരണ്ട ശരിക്കും. ഇനി അങ്ങോട്ട് ഇനി ശിക്ഷാ നടപടികൾ തന്നെ തീരുമാനിച്ച് നമുക്ക് അല്ലെ നഷ്ടം വരാത്ത കച്ചവടം ഇങ്ങനെ മറന്നുപോയാ പിന്നെ അത് വലിയ നഷ്ടല്ലേ? ഇപ്പൊ എഴുതണ്ട ആരും ഇമ്പോസിഷൻ അവിടെ എഴുതി വെച്ചോ. ഇമ്പോസിഷൻ എഴുതണം, അടുത്ത ആഴ്ച വരുമ്പോ എഴുതിട്ട് അങ്ങ് കാണിച്ചു തന്നോ എല്ലാരും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. അപ്പം അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അതിന്റെ പാരായണം, അതിനെക്കൊണ്ട് നമുക്ക് ഒരു നഷ്ടം വരൂല. നോക്കിയാലും കൂലിയാന്ന് അല്ലെ, ഒരു ഹർഫ് പാരായണം ചെയ്താലും കൂലിയാന്ന്, അത് അർത്ഥസഹിതം പഠിച്ചാലും കൂലിയാന്ന്, അത് മനപ്പാടമാക്കിയാലും കൂലിയാന്ന്, അത് പഠിപ്പിച്ചു കൊടുത്താലും കൂലിയാന്ന് അല്ലെ. മരിച്ചു കഴിഞ്ഞാലും ഖബറിലും എല്ലാം കിട്ടുന്ന കാര്യമാണ് എന്ത്? ഖുർആനിന്റെ പാരായണ പഠനം പഠിപ്പിക്കലും എല്ലാം അല്ലെ. പിന്നെ നിസ്കാരം അതിന്റെ സമയത്ത് മുറ പോലെ നിർവഹിക്കാന്നുള്ളത്, കൃത്യസമയത്ത് അവ്വല് വക്തില് എല്ലാ അതിന്റെ ഷർത്തും ഫർളും റുക്കുനും സുന്നത്തും എല്ലാം ഇതാക്കിയിട്ട് നിസ്കരിക്കാന്നുള്ളത് നിസ്കാരം. പിന്നെ പറഞ്ഞ കാര്യമാണ് പിന്നെ അൻഫഖു മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കാന്നുള്ളത്. രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാന്നുള്ളതിനുള്ള ഒരു ഇതും കൂടിയാണത്. അതായത് രഹസ്യമായ ദാനധർമ്മങ്ങൾക്കാണ് പരസ്യമായ ദാനധർമ്മങ്ങളെക്കാളും ഭയങ്കര ശ്രേഷ്ഠത കൂടുതൽ. പക്ഷെ പരസ്യമായിട്ടും ചെയ്യുന്നതിനെ കൊണ്ട് നമുക്കത് കൂലി കിട്ടാതിരിക്കുകയും ചെയ്യില്ല കേട്ടോ. ചിലത് നമുക്ക് പരസ്യമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ചിലത് പരസ്യമായി ചെയ്യുന്നതാ നല്ലത്. അത് നമ്മളെ മനസ്സിൽ റിയാവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. റിയാവ് എന്തെങ്കിലും തരത്തിൽ വരുമെന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് തന്നെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ എന്ന് പറയുന്നില്ലേ, ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ഇപ്പം ഇന്നാൾ ഇത്ര കൂടെ, അപ്പൊ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊരു ചിന്തയെങ്കിലും വരുമല്ലോ അല്ലെ. ആ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു പ്രോത്സാഹനമാണെന്നുള്ള നിലക്ക് പരസ്യമായിട്ടും ചെയ്യാം. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, ഫോട്ടോയിലെടുത്ത് വാട്സപ്പിലും പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അതെല്ലാം ഒഴിവാക്കണം കേട്ടാ. അങ്ങനത്തെ പരസ്യം ഒന്നാക്കണ്ട. അത് വാങ്ങുന്നൊരു ബുദ്ധിമുട്ടല്ലേ അല്ലെ. അപ്പം അതെ, നാളെ നമ്മള് ഒരടിമ മരണപ്പെട്ട് കഴിഞ്ഞാല് ഈ കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ തന്റെ കാൽപാദം ആ മാഷറ നിലയം വിട്ട് അപ്പുറം കിടക്കൂലെന്നാ പറയുന്നു അല്ലെ. അപ്പം നമുക്ക് സമ്പത്ത് അതെവിടുന്ന് വന്നു, എന്തിൽ വിനിയോഗിച്ചു, ഇതിൽ നമ്മളോട് ചോദിക്കൂ അല്ലെ. ആരോഗ്യം, യുവത്വം, നമ്മളെ ഈ ജീവിതം, ഇതിനെ കുറിച്ചൊക്കെ നമ്മളോട് കൃത്യമായി ചോദ്യം ചോദിക്കുന്നു പറയുന്നുണ്ട്. എല്ലാത്തിനും ചോദ്യമുണ്ട് അല്ലെ. കൃത്യമായി നമുക്ക് ഉത്തരം പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ കുറെ ഉണ്ടാകാണ്ടിരിക്കുന്നതാ നല്ലത് അല്ലെ. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിപ്പിക്കണേന്നാ പ്രാർത്ഥിച്ചേ അല്ലെ. എന്താ പറഞ്ഞാല് മിസ്കീൻ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല. മിസ്കീൻ എന്ന് പറഞ്ഞാല് ഉള്ളത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നൊരവസ്ഥയാണ്. കുറെ ഉണ്ടാകുമ്പോ അല്ല, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങുന്നവനല്ല, ഫക്കീറാണ് ചോദിച്ചു വാങ്ങുന്ന ആള്. മിസ്കീന് ചോദിക്കൂല, ചോദിക്കാൻ മടിക്കും. അവരുള്ളത് കഞ്ഞിയെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് അങ്ങനെ അങ്ങാണ്ടിരിക്കും. റേഷനരിയെങ്കിൽ റേഷനരി കുറച്ച് അച്ചാറും കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചിട്ട് അവര് ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടാവും, ആരും അറിയിക്കൂല. അങ്ങനെ ഫക്കീറാണ്
ഇത് ആയിട്ട് വരുന്ന അതിൽ ഗണത്തിൽ വരുന്നത്. ശരിക്കും മിസ്കീനെയാണ് കൂടുതൽ നമ്മൾ പരിഗണിക്കണ്ടേന്ന് പറയുന്നു. മറ്റേ ആൾക്കാരില്ലേ, ഈ ഒരു ഫക്കീർ എന്നുള്ള ഗണത്തിൽ വരുന്ന ആൾക്കാർക്കില്ലേ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ സഹായം കിട്ടുകയും ചെയ്യും. ഓൾറെഡി അവരില്ലാത്ത ആൾക്കാരാണെന്നുള്ളൊരു മുദ്ര ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് ആരും സഹായം കൊടുക്കുന്നെങ്കിൽ ഇന്നത്തെ ഒരാളുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് അവരത് ഉണ്ടാവും, അവിടെ എത്തുകയും ചെയ്യും. സാധനം അവിടെ കൊന്നുകൂടി ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും. അയാൾ അങ്ങനെയും ഉണ്ട് ചിലത് അല്ലെ. എന്നാ ചില ആൾക്കാരോ ഇതൊന്നും ആരും അറിയിക്കാണ്ട് ഒരാളോട് ചോദിക്കാണ്ട് ഭയങ്കര കഷ്ടം. ചിലപ്പോ വീടും ചിലപ്പോ നല്ലതായിരിക്കും, ആദ്യം എടുത്ത വീട് നല്ല സമയത്തിൽ എടുത്തതായിരിക്കും, ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഭയങ്കര സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ട് എന്താക്കണം, സഹായത്തിച്ചു കൊടുക്കണം. പാവങ്ങൾക്കിടയിൽ നമ്മൾ പോയി ജീവിക്കണം, അവരെ ആവശ്യങ്ങളും പ്രയാസങ്ങളും എന്താന്ന് കണ്ടറിയണം. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ആമീൻ. പിന്നെ പരിശുദ്ധ ഖുർആനില് സ്വർഗാവകാശികളായ ആൾക്കാരുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തില് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയത്തൻ, അല്ലെ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരാണ് അവര്. അതുപോലെ പിന്നെ ഒരുപാട് സ്ഥലങ്ങളില് ഈ ഒരു ചെലവഴിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ വിശാലമായിട്ട് ഒരുപാട് ആയത്തുകൾ ഈ ചെലവഴിക്കുന്ന വിഷയത്തിൽ വരുന്നുണ്ട്. നമ്മൾ കൊടുത്തതിന്റെ പേരില് വാങ്ങിയ ഒരാള് ഉപദ്രവിക്കപ്പെടുന്ന രീതിയിലേക്ക് ആകാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല. നമ്മൾ അവർക്ക് അതിലും ചെയ്തു കൊടുത്തിട്ട് നമ്മളെ കാണുമ്പോ ഒരു ഇതില്ല അല്ലെ, അങ്ങനത്തെ ഒരു വാക്കും നമ്മൾ പറയാനോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലൊന്ന് വിചാരിക്കാനോ ഒന്നും പാടില്ല. കൊടുത്തതിന് ശേഷം അവർ ഉപദ്രവിക്കപ്പെടാന്ന് പറയുന്നത് ആ ദാനധർമ്മത്തിന് ഫുൾ നിഷ്ഫലമായി തീരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുണ്ടല്ലോ അല്ലെ, മുമ്പ് കാലങ്ങളിലെല്ലാം ഒരു എന്താ പറയാ, കൊടുത്ത ആള് പിന്നെ ഒരു വലിയൊരു മേലെ നിൽക്കുന്ന ആള് വാങ്ങുന്ന ആൾ എപ്പോഴും ഒരു അടിമകളെ പോലെ ഇവരെ മുമ്പിൽ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ വേണ്ടത് അല്ലെ. കൊടുക്കുന്നത് എന്ന് വെച്ചാല് ശരിക്കും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്, ഇത് നമ്മളതല്ല. അവർക്ക് കൊടുക്കേണ്ടത് നമ്മളടുത്ത് തന്നതാണ്, അത് നമുക്ക് കൊടുക്കണം. ഇത് എന്റെ ഉത്തരവാദിത്തം മാത്രമാണ് അല്ലെ, അല്ലാതെ നമ്മളെ ഔദാര്യമല്ല, അള്ളാന്റേതാണ് ഔദാര്യം. നമ്മളതോ നമ്മളെ കടമയാണ്, നമ്മളത് നിർവഹിക്കൽ നിർബന്ധമാണ്. അത് സദഖയായിട്ടും സകാത്തായിട്ടും എല്ലാ നിലക്കും നമ്മൾ കൊടുക്കേണ്ട പോലെ നമ്മൾ കൊടുക്കണം. അതന്നെ സൂറത്തുൽ ബഖറയിൽ കുറേ ആയത്തുണ്ടല്ലോ ചെലവഴിക്കുന്ന വിഷയത്തില്. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അതിന് മുമ്പോതിയായത്തും ബഖറയിലായത്തന്നെ. അതെ അതെ. അപ്പം ചെലവഴിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദിസ് സുഫ്ല, അല്ലെ, മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈനെക്കാട്ടി ഉത്തമം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, കൊടുക്കുന്ന കൈ മേലെയും വാങ്ങുന്ന കൈ താഴെയാണല്ലോ അല്ലെ. അതാണ് മേലെയുള്ള കൈയാ ഉത്തമം എന്ന് പറഞ്ഞത്, കൊടുക്കുന്നതാണ് ഉത്തമം എന്നുള്ള നിലക്ക്. പിന്നെ ശരിക്കും എന്താവശ്യം വന്നാലും ഒരാളോട് ചോദിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അത് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം, അള്ളാഹിനോട് മാത്രം പറയാ എല്ലാം. ആ രീതിയിലേക്ക് നമ്മളെ ഈമാനും നമ്മളെ ഇഖ്ലാസും എല്ലാം ആ രീതിയിലേക്ക് ഉയരണം. എന്താവശ്യം വന്നാലും എന്ന് നമുക്കത് അള്ളാഹ് എത്തിച്ചു തരും, അള്ളാഹ് കൊണ്ടു തരും എന്ന ഉറച്ചൊരു വിശ്വാസം എല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടാകണം. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടത്തേക്ക് എന്താകും, എത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഈ ചെലവഴിക്കുന്ന വിഷയം പറയുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുമ്പോ അല്ലെ, അള്ളാഹു തആല അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്ന പറഞ്ഞത്. നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെ, അന്നേരം നമ്മളെ കാര്യം ആരെ ഏറ്റെടുക്കും? അത് അള്ളാഹു നടത്തി തരും. ഇങ്ങനെയുള്ള ഓരോ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ അടുത്തൊരു പൈസ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചാന്ന് വെച്ചോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ, അല്ലാണ്ട് ആവശ്യം വന്നിട്ടില്ല എന്ന് വിചാരിച്ചോ, ഒരു പൈസ ഉണ്ട്,
അത് നമ്മളോട് ഒരാൾ നമ്മളടുത്ത് എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് വരുന്നു. അപ്പൊ നമ്മൾ എന്താക്ക, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്ന് നടക്കാന്ന് വെച്ചാൽ അതേ ഉള്ളൂ നമ്മുടെ അടുത്ത്, വേറെ ഒന്നുമില്ല. ഞാൻ കൊടുക്കാണ്ട് എന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ ചെയ്യാ ശരിക്കും? നമ്മൾ കൊടുക്കോ അല്ല അവിടെ വെക്കോ? കുറച്ച് കൊടുക്കും അല്ലെ? ശരിക്കും നമ്മളില്ലേ ആ സമയത്തെല്ലാം നമ്മളെ മനസ്സിന്റെ ആ വിശാലത നമുക്ക് തന്നെ ബോധ്യപ്പെടുക. നമ്മള് പിശാചുണ്ടല്ലോ, ആദ്യം പറയും നമ്മള് നല്ല മനസ്സ് ഫുള്ളും കൊടുത്തേന്നറിയും, എന്നിട്ട് കൊടുക്കാതെ തീരുമാനിക്കും, പറയും ഫുള്ളും കൊടുത്താ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ അല്ലെ, അതുകൊണ്ട് എന്നാക്കാം കുറച്ച് അവിടെ വെക്കാന്ന് വിചാരിക്കും. അങ്ങനെ കുറച്ചവിടെ വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ വിചാരിക്കും ഇത്ര വേണം അല്ലേ, പകുതി കൊടുക്കാം, ലാസ്റ്റ് എത്ര കൊടുക്കാന്ന് അല്ലാഹു ആലം. അങ്ങനെയാണ് അത്. മനുഷ്യന്റെ ഒരു ഇതാ, നമ്മളെ നന്മയിലേക്ക് നമുക്ക് ആഗ്രഹം ഫസ്റ്റ് വരുന്ന ചിന്ത ഉണ്ടല്ലോ, അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ളത് നമുക്ക് തൗഫീഖ് തരട്ടെ, ആമീൻ. ആ ഒരു ഇസ്തിഖാമത്ത് എന്നെല്ലാം പറയുന്നത് അതാണ്. ഇത് പിന്തിരിപ്പിച്ചോണ്ടിരിക്കും ഇബ്ലീസ്. മതി, അത്ര മതിയാ. അതന്നെ അതന്നെ, ദാരിദ്ര്യത്തിനെ കൂടെ നമ്മൾ പേടിപ്പിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ട് വരോ, എന്തെങ്കിലും കഷ്ടപ്പെടേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വല്ലാതെ ഇതാക്കും. ശരിക്കും പറഞ്ഞാലില്ലേ, ഫസ്റ്റ് നമുക്ക് തോന്നുന്ന ഒരു നല്ല ചിന്തയായിരിക്കും, അതിൽ തന്നെ നമ്മൾ എന്താക്കി കളയാ, അവിടെ ഉറപ്പിച്ചേക്കാം. പിന്നെ ഒരു പിശാചിന്റെ ഇതിനും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് സ്ട്രോങ് ആകാൻ കഴിയണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആ ഒരു ദൃഢമായ ഈമാൻ തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പൊ ശരിക്കും വേറൊരു കാര്യം കൂടി ഉണ്ട്, എന്താ അറിയോ? നമ്മളിപ്പോ ഒരു പൈസ വെക്കുന്ന വിചാരിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എടുക്കാന്ന്. അപ്പൊ എന്താണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? നമ്മളെന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു ബുദ്ധിമുട്ടിനെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ പിന്നെ അല്ലാഹ് തരൂലേ? ബുദ്ധിമുട്ട് തരൂലേ? കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എടുക്കാന്ന്. അപ്പൊ ബുദ്ധിമുട്ടിനെ നമ്മൾ എന്താക്കുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനവിടെ ബുദ്ധിമുട്ട് ചിലപ്പോ തനിയെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും എന്താക്കണ്ട, ബുദ്ധിമുട്ടിനെ പ്രതീക്ഷിക്കണ്ട കേട്ടാ. അത് ഞാൻ എന്റെ ഇതിൽ പറഞ്ഞ വെച്ചാൽ നമ്മൾ അങ്ങനെ വിചാരിക്കണ്ട ശരിക്കും അല്ലെ. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഒരാവശ്യക്കാരനാണെങ്കിൽ അവരുടെ ആവശ്യം നമ്മൾ എന്താക്ക, അത് കൊടുക്ക. അന്നേരില്ലേ, കൊടുത്താല് ദാനം ഉണ്ടാവൂല, ഒരിക്കലും കുറയൂല അല്ലെ. ദാനം ധനത്തെ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊടുക്കണം എന്നുള്ള ചിന്ത വന്നാൽ അപ്പൊ കൊടുക്കാം. പിന്നെ അത് വരുന്നുണ്ട്, വലിയ വിഷയാണിത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അത് അല്ലാഹു തആല ചിലപ്പോ ഇരട്ടിയാക്കിയിട്ട് നമുക്ക് വേറെ വഴിയിലൂടെ തരും. അത് ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാൻ തന്നെ കഴിയും, ഉറപ്പായിട്ടും കഴിയും. അത് ഭയങ്കര അതിശയാണ്. ചില സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞത് കൊടുത്തേക്കണം, മനസ്സാന്നിധ്യത്തോട് കൊടുക്കണം. മനസ്സോട് ഇത് എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് കൊടുത്താലൊന്നും കൂലി കിട്ടൂല. അങ്ങനെയല്ല, നമ്മളങ്ങനെ കൊടുത്തിട്ട് ഇല്ലാത്തൊരവസ്ഥ ആക്കി കളയും. കൊടുക്കുകയും ചെയ്ത് മനസ്സിലാ മനസ്സോടെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയെല്ലാം ആവുമ്പോ അതില് കൂലി നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അപ്പൊ എല്ലാ നിലക്കും നമ്മളെ മനസ്സെന്താകണം, നല്ല പരിശുദ്ധമാകണം അല്ലെ. നല്ല ചിന്തകളോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള നല്ലൊരു മനസ്സ്, വിശാല മനസ്സ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. എപ്പോഴും രാവിലെ തന്നെ പ്രാർത്ഥിക്കണം, റബ്ബി ഇശ്റഹ് ലി സദ്രി അല്ലെ വയസ്സിർ ലി അംരി. എന്റെ ഹൃദയത്തിന് നീ വിശാലത തരണ റബ്ബെ. എല്ലാ കാര്യത്തിനും വേണം ഈ സദറിനെന്ത്, വിശാലത. എന്ത് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വിശാലമായ മനസ്സ്. പിന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം എളുപ്പാക്കി തരണേ അല്ലെ. റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്താ നീ ഇറക്കി തരുന്ന ഏതൊരു ഖൈറിനും നമ്മളെ ആവശ്യക്കാരനുമാണ് റബ്ബേ അല്ലെ. അങ്ങനെ പ്രാർത്ഥനകൾ തന്നെ നമ്മളെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കാം, ദിക്റുകളും പ്രാർത്ഥനയും ഇതെല്ലാം തന്നെ അല്ലെ. അപ്പം വേണ്ടാത്ത കുറെ ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും. ഒരു ഹദീസില് അസ്മാ ബിന്ത് അബൂബക്കർ അൻഹ അവര് പറയാന്ന്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കും നൽകാതെ നീ പണം ഭാണ്ഡത്തിലാക്കി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്യും. എങ്ങനെ ചെയ്യും? തരൂല. ഭാണ്ഡത്തിലാക്കി അവിടെ വെക്കും, നമുക്ക് തരൂല. നമ്മള് ശരിക്കും അങ്ങനെ എല്ലാ കാര്യം അങ്ങനെയാണ് കേട്ടാ. നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളെ അവസ്ഥകളെല്ലാം ഉണ്ടാകാനും. അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, നീ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്ന അതുപോലെയാണ് ഞാൻ നിങ്ങളോട് ഉണ്ടാകാന്. നല്ലോണം തന്നെ വിചാരിച്ചോ അല്ലെ, നല്ലതായിട്ട് തന്നെ വിചാരിച്ചോ. ഇപ്പം പിന്നെ സൂറത്ത് സജ്ദ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ പറയുന്നില്ലേ,
കുറ്റവാളികള് നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് അവരാഗ്രഹിക്കും ഒന്ന് ഇപ്പൊ ഈ ശിക്ഷ കഴിഞ്ഞാൽ പുറത്താവുമായിരിക്കും, ഈ ശിക്ഷ കഴിഞ്ഞാൽ ഒന്ന് ഇതിൽ നിന്ന് പുറത്താവുമായിരിക്കും, ഇങ്ങനെ വിചാരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും എന്താവും, പിന്നെയും ആ ശിക്ഷ തന്നെ, പിന്നെയും ആ ശിക്ഷ തന്നെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും, അനുഭവിച്ചു കൊണ്ടേയിരിക്കും അല്ലെ. തൊലികളെല്ലാം കത്തിക്കരിഞ്ഞിതായി തീർന്നെന്ന് വിചാരിക്കും, അപ്പൊ വീണ്ടും എന്താകും, പുതിയ തൊലികൾ നൽകും. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ദുനിയാവിൽ നിന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ട്, ഒരു തെറ്റ് ചെയ്യുന്നു, ശരിയാകണം, നന്നാകണം, നന്നാകണം, ഇനി മുതൽ നന്നാകണം, നാളെ മുതൽ നന്നാകണം, ഇനി മുതൽ ഞാനൊരു തെറ്റും ചെയ്യൂല, ഇനി ഒരു കളവും പറയൂല, ഇനി ഒരു പിന്നെ വേണ്ടാത്തതും കാണൂല, വേണ്ടാത്തതും കേൾക്കൂല, ഒന്നും പറയൂല, എന്നെ തെറ്റും ചെയ്യൂല എന്ന് ഓരോ ദിവസവും വിചാരിക്കും. പക്ഷെ എന്താക്കുന്നില്ല, ചെയ്യുന്നില്ല. അതിൽ തന്നെ പിന്നെ ഉള്ളത് ഇതേ അവസ്ഥയിൽ കേടാ നാളെ നമ്മൾ അനുഭവിക്കേണ്ടത്. ഇത് നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്തിന് അതന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാന്നുള്ളതാണ് അല്ലെ. അതിനു മുമ്പ് അള്ള പറയുന്നില്ലേ, നിങ്ങൾ അന്നെ മറന്ന്, അവിടെ ഞാൻ നിങ്ങളെ മറന്ന്, എനിക്ക് നിങ്ങൾ ഓർമ്മയില്ല, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ എന്ന് അള്ളാഹു തആല പറയും, നമ്മളോട് തന്നെ പറയൂ. അതുകൊണ്ട് അള്ളാഹെ നമ്മൾ ഓർമ്മിക്ക, പരമാവധി ഓർമ്മിക്ക അല്ലെ. ഇതന്നെ നമ്മൾ ഓർമ്മിച്ചാൽ തന്നെ മതി. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് അതന്നെ നമുക്ക് തിരിച്ചു കിട്ടാന്നുള്ളത്. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ. ഇന്ന് ബഷീർ ഖാന്റെ ആ ക്ലാസ് പറയുമ്പോ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? നമുക്ക് ഇവിടുന്ന് എല്ലാം നല്ലത് കിട്ടണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കല് അല്ലെ. എന്ത് കിട്ടണമെങ്കിലും നല്ലത് കിട്ടണമെന്നല്ല ആഗ്രഹിക്ക. അപ്പൊ അതുപോലെ നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും നല്ല തണല് അല്ലെ, അർഷിന്റെ തണല് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മൾ ഇന്ന് ഈ ദുനിയാവിൽ ഉണ്ടാകണം ശരിക്കും. സുബ്ഹാനല്ലാഹ്, ഞാൻ വേറൊരു ഓഡിയോ കേട്ടിട്ടുണ്ടായിനെ, അത് ഞങ്ങൾക്ക് അയച്ചിട്ടില്ല. അതിൽ നാവിന്റെ കാര്യം പറയുന്നത്. 4 ആൾക്കാരെ മറ്റോ ഒരു അന്നത്തെ ആ ദിവസം നാവിൽ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരെ കണ്ടെന്ന് പറയും. ഒരു സ്ഥലത്ത് പോയാലോ അദ്ദേഹം പറയുന്നത് ശരിക്കും കരഞ്ഞു പോയി കേട്ടിട്ട്. പക്ഷെ നമ്മളിപ്പോ എത്രയോ അനുഗ്രഹീതരാന്നല്ലേ, നമുക്ക് ഇനി സംസാരിക്കാൻ, നമുക്ക് രാവിലെ എണീച്ച് നമ്മളെ മക്കളെ വിളിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ, എല്ലാരും വിളിച്ച് വർത്താനം പറയാനാക്കാൻ എല്ലാം കഴിയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വീട്ടിൽ പോയാലോ പിന്നെ ഭാര്യ എന്തോ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന, അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ ഓരോ കാര്യം ചോദിക്കുമ്പോ ഭർത്താവ് ഒന്നും പറയാതെ മിണ്ടാതെ അവിടെ ഇരിക്കുകയും. അപ്പൊ ഇവരെന്തോന്ന് പറയാത്തേന്നുള്ളവർക്ക് ഇവർ ചോദിച്ചപ്പോ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ കുറെ ഐസ്ക്രീമിന്റെ കൊള്ളി ഉണ്ടാകുന്നില്ലേ, ചോക്കോബാറിന്റെ എല്ലാം കൊള്ളി പോലത്തെ ഒരു സാധനം ഉണ്ടാകുന്നില്ലേ, അങ്ങനത്തെ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട്. അപ്പൊ അയാൾ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കുന്നില്ലേ, ഇതെന്താ ഇത് കുറെ കാണുന്നത്, ഐസ്ക്രീമിനെ കുറിച്ച് പിള്ളേരെല്ലാം എടുത്ത് വെക്കൂല, ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കൂല, ഇങ്ങനെ ആ ഒരു നേരെ പരന്ന ഒരു സാധനം ഇല്ലേ, സ്റ്റിക്ക്, അത്. അപ്പൊ ഇത് എന്താന്ന് കണ്ടേരം ഒരു ആശ്ചര്യം തോന്നിയിട്ട് വെറുതെ ചോദിച്ചത്, ഇതെന്തിനാ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചെന്നുള്ള നിലക്ക്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ നാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പോലും അണ്ണാക്കിനറ്റം. അപ്പോ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ആകാണ്ടൊക്കെ അതിന്റെ ഗ്യാപ്പില് ഈ സ്റ്റിക്ക് ഇങ്ങനെ വെക്കുന്നതാവുമല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം പോലും, എന്നാലേ അതിങ്ങനെ വേറെ വേറെ ആകും പോലും. എന്തെങ്കിലും അതിൽ ആൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇതാക്കാനോ, അതുപോലെ ഭക്ഷണം എല്ലാം വായിലിട്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്തു നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മൾ ഈ നാവ് രാവിലെ ഉറങ്ങി എണീച്ചാല് അത് നാവ് ശരിക്കും ഈ ഉമിനീര് ശരിക്കും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമുക്ക് ഇന്ന് നാവിനെ കൊണ്ട് എത്ര കൂലി വാങ്ങിയെടുക്കാം. ഞാനതാ ചിന്തിച്ചേ, ഞാനത് കേട്ടിട്ട് പഠിച്ചോനെ റബ്ബേ സുബ്ഹാനല്ലാഹ് നമ്മൾ എത്ര പറയണോ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമുക്ക് പറയാൻ കഴിയാണ്ട്, ഇത് ചലിപ്പിക്കാൻ കഴിയാണ്ട് ആകുന്ന ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എപ്പെങ്കിലും? ഈ നാവിലെ ഉമിനീരില്ലേ, അത് ഉണങ്ങിപ്പോയാല് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഈ നാവിലെ ഉമിനീര് ശരിക്കും അതുപോലെ ആള് പറയുന്നത്, നിങ്ങൾ കുറച്ച് സമയം ഈ നാവ് ഇങ്ങനെ നേരെ ആക്കിയിട്ട് ഒരു ഇത് കണ്ടിട്ട് ഒരു വെറുതെ വീട്ടിൽ വന്നതിന് ശേഷം നാവ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് നോക്കിയല്ലോ, എന്നിട്ട് വെറുതെ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയാൻ നോക്കിയല്ലോ. ഞാനൊക്കെ അങ്ങനെ പിടിക്കാൻ തന്നെ കഴിയുന്നില്ല. ഞാൻ ഒരു പറഞ്ഞാലും ഞാൻ വെറുതെ നോക്കാം, എനിക്ക് അങ്ങനെ പിടിക്കാൻ തന്നെ കഴിയുന്നില്ല. സത്യം പറഞ്ഞാല് ഒരു കുറച്ച് നല്ല വേദനയാന്ന് പറയുന്നു. അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇതാക്കാണ്ട് ഒരു സ്റ്റിക്കെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞാല് സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയോ? നോക്ക്, ആലോചിച്ച് നോക്ക് അല്ലെ. നാവിങ്ങനെ സ്ട്രൈറ്റ് നീട്ടി പിടിക്കാം, എന്നിട്ട് സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയോ? കഴിയില്ല.
അപ്പൊ ഇപ്പൊ നമുക്ക് കഴിയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എത്രയാ പറയുന്നത്? നമ്മൾ എന്താ പറയുന്നത്? അല്ലെ, നല്ലതാ പറയുന്നത്. ഇതെല്ലാം ചെലവഴിക്കുന്നത് തന്നെയല്ലേ? അല്ലെ, ഈ ഒരു നാവിനെ കൊണ്ട് നമുക്ക് എത്ര ആൾക്കാർക്ക് ഉപകാരം ചെയ്തു കൊടുക്കാം, ഉപദ്രവം ചെയ്യാം. അല്ലെ, ശരിക്കും അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. ഓരോ അതെ, ഓരോ അനുഗ്രഹങ്ങളും ശരിക്കും എത്ര നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്താലും മതിയാകൂല. പക്ഷെ മനുഷ്യൻ എന്താണ്? മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അല്ലേ? അള്ളാഹ് പുറത്തേരട്ടെ. അല്ലെ, അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തില് എന്ത് ചെലവഴിക്കുന്നതിന് നമ്മൾ എന്താക്കണ്ട, ഒരു മടിയും കാണിക്കണ്ട. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറെ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കണം, എന്നാലും നമുക്ക് കുറച്ചെങ്കിലും ബോധം വരും. ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങള് നമ്മൾ അറിയണം. ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് നമുക്ക് ബോധ്യപ്പെടണം എന്ത്, നമ്മൾ എത്രയോ വലിയ അനുഗ്രഹത്തിലാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹു ചെലവഴിക്കുന്നത്, പിന്നെ അള്ളാഹിന്റെ മാർഗത്തില് ഒരു ധനം ചെലവഴിക്കുന്നതിന് അള്ളാഹു താല നമ്മളെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അല്ലെ, ശരിക്കും അത് ഭയങ്കര ഒരു ഇതാണ്. അവിടെ നമ്മള് ഒരു ചെലവഴിക്കുന്ന കാര്യത്തിന് അള്ളാഹു ഉപമിച്ചത് എന്തിനറിയോ? അള്ളാഹിന്റെ മാർഗത്തിൽ കടം കൊടുക്കുന്നതാണ്. അള്ളാഹ്ക്ക് നമ്മൾ കടം കൊടുക്കുകയും വേറെ ആർക്കും അല്ല കൊടുക്കുന്നത്, അള്ളാഹ്ക്ക്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അള്ളാഹ്ക്കാണ്. എന്നിട്ട് അത് അല്ല തിരിച്ചു തരുന്നത് നമുക്ക് കൊടുത്ത അത്രയല്ല തരാം. അല്ലെ, എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ആരാ പറഞ്ഞത്? ഈ ലോകത്തിന്റെ സൃഷ്ടാവാ പറഞ്ഞത്. അല്ലെ, ഖജനാവ് എത്ര എടുത്താലും കാലിയാകാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്? ഞാൻ നിങ്ങൾക്ക് അത് ഇരട്ടി ഇരട്ടിയായിട്ട് തരാം. പിന്നെ എന്തിനാ നമ്മൾ മടിക്കുന്നു? അല്ലെ, ആ അത് വരുന്നുണ്ട്. അപ്പം അള്ളാഹ് അവിടെ ചോദിക്കുന്നത് എന്താ അറിയോ? ആരാ ഉള്ളത്? ഉത്തമമായ കടം അള്ളാഹുവിന് നൽകാൻ ആരാ ഉള്ളേ, ആരാ റെഡി ആയിട്ടുള്ളേന്നാ ചോദിക്കുന്നത്. അല്ലെ, ഉത്തമമായ കടം തരാന് ആരാ റെഡി ആയിട്ടുള്ളത്? അങ്ങനെ തരാൻ റെഡിയാണെങ്കിൽ അള്ളാഹു അവനെന്താക്കി തരും? അല്ലെ, ധാരാളമായിട്ട് ഇരട്ടി ഇരട്ടിയാക്കിയിട്ട് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അള്ളാഹു ചിലപ്പോ അള്ളാഹു എന്താക്കും? പിടിച്ചു വെക്കും, ചിലപ്പം വിട്ടുകൊടുക്കും. അല്ലെ, എല്ലാം അള്ളാഹുവാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. വേറൊരു സ്ഥലത്ത് ഇതേ ഒരായത്ത് തന്നെ മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളാഇഫഹു ലഹു വലഹു അജ്റൻ കരീം എന്ന് വന്നിട്ടുണ്ട്. അജ്റൻ കരീം അതെന്താണ്? സ്വർഗം. അല്ലെ, മാന്യമായ പ്രതിഫലം അള്ളാഹു അവന് നൽകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചാല് കിട്ടുന്ന ആ ഉപമ തന്നെ അത് അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നതാ പറഞ്ഞത്, വേറൊരാൾക്കല്ല. അല്ലെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയും കടം ചോദിക്കുകയും. ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ, ഒരടിമ പരലോകത്ത് എത്തിയാൽ ചോദിക്കും, അള്ളാഹു തആല ചോദിക്കും, ഞാൻ പിന്നെ രോഗിയായപ്പോ നീ എന്താ സന്ദർശിക്കാതിരുന്നത്? അല്ലെ, ഞാൻ വിശന്ന് വന്നപ്പോ നീ എന്താ ഭക്ഷണം തരാതിരുന്നത്? അല്ലെ, ഞാൻ അപ്പൊ അടിമ ചോദിക്കും, നീ എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ റബ്ബേ, ഞാൻ നിന്റെ അടുത്ത് നീക്ക് തരാൻ വേണ്ടിട്ടാ, നീ എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ. അല്ലെ, അപ്പൊ അള്ളാഹു തആല പറയല്ലേ, ഇന്ന പോലെ ഇന്ന ആൾക്കാർ വന്നിട്ടില്ലേ നിന്റെ അടുത്ത്, ഇന്നാള് രോഗിയായിട്ടില്ലേ? അല്ലെ, എന്നിട്ട് എന്താ നീ സന്ദർശിക്കാൻ പോകാതിരുന്നത്? നാളെ നമ്മളോട് ചോദിക്കൂ, അള്ളാഹ് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലെ, അപ്പൊ അത്രയും വലിയ കാര്യം. അപ്പം പരിശുദ്ധ ഖുർആനില് ചെലവഴിക്കുന്ന വിഷയം പറയാൻ ഒരുപാട് ആയത്തുകളുണ്ട്. പറഞ്ഞാലും തീരൂല എന്ന് പറഞ്ഞ പോലെ അത്രയും ഉണ്ട്. ഇപ്പൊ ദാനധർമ്മങ്ങള് അള്ളാഹുവിനോടുള്ള ഒരു കടമ. നമ്മൾ വിചാരിക്കും നമ്മളെ ബാധ്യതയാണ്, അല്ലെ, നമ്മളോടുള്ളതല്ല, ശരിക്കും അള്ളാഹിനോടുള്ള കടമയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സമൂഹത്തോടുള്ള ഒരു ബാധ്യതയുമാണ് ദാനധർമ്മങ്ങള് ചെലവഴിക്കുന്ന ഒരു വിഷയം. ഇത് ആർക്കാണ് ഈ ഗുണങ്ങൾ ഉണ്ടാവേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടാ. ഈ ഗുണങ്ങള് വിശ്വാസികൾ, അള്ളാഹുവിന്
വിശ്വസിച്ച് ജീവിക്കുന്ന ഓരോ മുഅ്മിനീങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണിത്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ നമുക്കുണ്ടോന്നാണ്. അവര് കൊടുക്കുന്നുണ്ടോ, ഇവര് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും ചിന്തിക്കണ്ട കേട്ടാ. അതും ഒരു പോയിന്റാണ്. പലപ്പോഴും നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോ എന്താ വിചാരിക്കാന്ന് വെച്ചാല് അവർക്കെല്ലാം എത്ര ഉണ്ട് എന്നിട്ട് അത്രയും കൊടുക്കുന്നു, അല്ലെ അവര് കൊടുക്കുന്നില്ല, അല്ല ഇവരൊന്നും കൊടുക്കുന്നില്ല, അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അത് നമ്മളെ വിഷയമല്ല. കാരണം ഹിസാബിന് നമുക്ക് അധികാരം ഉണ്ടാ? ഒരാളെയും വിചാരണ ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹ് ചെയ്തോളൂ, അല്ലെ? അവരെ കാര്യം ഇവരെ കാര്യം നോക്കി നമ്മളത് എന്താക്കണ്ട, ബാത്തിലാക്കണ്ട. ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ ചിന്തിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഇത് പറയുമ്പോ ഞാൻ ഈ ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഞാൻ ഇതിൽ ഏത് ക്വാളിറ്റി അനക്കുള്ളത് എന്ന് ഞാൻ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സ്വയം ചിന്തിക്കാം. നമ്മളെ ഭർത്താക്കന്മാരുടെ കാര്യം വേണമെങ്കിൽ ചിന്തിച്ചോ. അവർക്കും കിട്ടണ്ടേ, അല്ലെ? അങ്ങനെ ചിന്തിച്ചോ. കാരണം നമ്മളിപ്പോ ജോലിക്കൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. അവർക്ക് നിന്ന് കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അവരെന്താക്ക ഈ ഒരു കാര്യത്തിൽ നല്ലോണം ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ജഡ്ജിയും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ആക്കെല്ലാം ചെയ്തോ. വേറെ അന്യന്റെ കാര്യത്തിലും നമ്മൾ എന്താക്കണ്ട, ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെ? ഒരു ഹദീസില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നേ, സ്വന്തം ധനത്തെക്കാൾ അനന്തരാവകാശിയുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവരായി നിങ്ങളിൽ ആരുണ്ട്? സ്വന്തം ധനത്തെക്കാൾ അനന്തരാവകാശിയുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളിൽ ആരുണ്ട്? അപ്പോ സഹാബാക്കൾ ചോദിക്കാന്ന്, അള്ളാന്റെ റസൂലെ, തന്റെ സ്വന്തം ധനത്തെ കൂടുതലായി സ്നേഹിക്കുന്നവരല്ലാതെ ഞങ്ങളിൽ ആരുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ധനം എന്നത് അവൻ ചെലവഴിച്ചു കഴിഞ്ഞതാണ്. അവൻ ചെലവഴിക്കാതെ ബാക്കി വെച്ചിരിക്കുന്നത് അനന്തരാവകാശികളുടെ ധനവും. സംഭവം മനസ്സിലായ? അനന്തരാവകാശികളുടെ ധനത്തെ സ്നേഹിക്കുന്നവർ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ആരും ഇല്ലാന്നാ പറഞ്ഞെ. നമ്മളെ ധനത്തിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അനന്തരാവകാശികൾ നമ്മൾ സ്നേഹിക്കുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? സ്വന്തം ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും കൊടുത്തിനാ നമ്മളെ സ്വന്തമായി. കൊടുക്കാണ്ടിരുന്നാലോ, ഞാനിപ്പം മരിച്ചാല്, അല്ലെ, ഇതെല്ലാം ആരുതാന്ന്? എന്റെ മക്കൾക്ക്, അല്ലെ, അനന്തരാവകാശികൾക്ക് കൊടുത്തിട്ടില്ലേ നമ്മൾ പോവുക. അപ്പൊ നമ്മൾ ചെലവഴിക്കാണ്ട് ബാക്കി വെക്കുന്നത് അനന്തരാവകാശികളെ സ്വത്ത്, നമ്മൾ ചെലവഴിക്കുന്നതോ നമ്മളത്, അല്ലെ, കൊടുത്തത് നമുക്ക് സ്വന്തം. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്ത വരണം. നമുക്കത്ര കൊടുക്കാൻ കഴിഞ്ഞ് അത് നമ്മൾ നേടി, അല്ലെ? ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് തിന്നാല് അത് തീർന്നില്ലേ? നേരെ മറിച്ച് ഇപ്പൊ ഐസ്ക്രീം കുടിക്കണ്ടെന്നല്ല, ഐസ്ക്രീം കുടിച്ചോ, പക്ഷെ പിന്നെ എപ്പോഴെപ്പോഴും കുടിക്കണ്ട, മാസത്തിൽ ഒരിക്കലും അങ്ങനെ വെച്ച് കുടിച്ചാൽ മതി. ഇപ്പൊ 2 കിലോ വാങ്ങണമെന്ന് വിചാരിച്ചാൽ 1 കിലോ വാങ്ങിയാൽ മതി. എന്നിട്ട് കുറച്ച് കുടിച്ചാൽ മതി എല്ലാരും. 1 കിലോന്റെ പൈസ ഉണ്ടാക്കാം, അല്ലെ? ഇപ്പൊ ഓഫർ കാണുമ്പോ വലിയ ചാടിപ്പോയിട്ട് വാങ്ങും, അല്ലെ? ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ കാണുമ്പോഴത്തേക്ക് വാങ്ങും. പൈസയെല്ലാം വലിയ പൈസയായിരിക്കും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാകാന്. അതൊന്നും നോക്കൂല. ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ. ഗ്രാം ചിലപ്പോ കുറച്ചായിരിക്കും. 1 കിലോന്റെ ഒന്നും ആയിരിക്കൂല, 2 കിലോന്റെ ഒന്നും ആയിരിക്കൂല, 750 ഗ്രാം മറ്റേ ഉണ്ടാവും. 2 വാങ്ങിയാലും 1.5 കിലോനെ ആവും. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ഓടും, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാം ഞാൻ എല്ലാരും പറയുന്നത് അന്യം കൂടി കൂട്ടിയിട്ടാ പറയുന്നത് കേട്ടാ. എല്ലാ കാര്യത്തിലും നമ്മള് ആ ഒരു രീതിയിലാണല്ലോ, അല്ലെ? ശരിക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അത് നമ്മളതായി എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളതാക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കാം. നമ്മളത് മാത്രം തന്നെ ആക്കാൻ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തില് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ നാളെ നമ്മുടെ സമ്പാദ്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും വല്ലതും ചോദിച്ചു വന്നാൽ എന്തെങ്കിലും കൊടുക്കാതെ പ്രവാചകൻ തിരിച്ചയക്കാറുണ്ടായിരുന്നില്ല. എന്തെങ്കിലും കൊടുക്കും, ഒന്നും കൊടുക്കാണ്ട് മടക്കാൻ പാടില്ല. ആര് വന്നാലും അതും നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ദാനശീലമുള്ള ആളാണ്, അല്ലെ? ഒരുപാട് ആൾക്കാര് ഒരുപാട് കൊടുക്കുന്നതാണ്. ഉള്ളത് എത്രയാണോ ഉള്ളത് തേച്ചും ചിലപ്പോ കൊടുക്കുന്നവര്. അതുപോലെ തന്നെ സഹാബാക്കളുടെ നിലപാടും ആ ഒരു രീതിയിൽ തന്നെയാണ്, അല്ലെ? നമുക്കറിയാം ചരിത്രത്തില് ഇടം നേടിയ ഒരു സംഭവം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ, അല്ലെ? ഒരു മദീനയിലെ മുസ്ലിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള
പ്രയാസം വന്ന സമയത്ത്, വെള്ളത്തിന്റെ പ്രയാസം വന്ന സമയത്ത് ഒരു ജൂതന്റെ കൈവശമുള്ള കിണർ അല്ലെ, അതാണ് ഇവർക്ക് അഭയമായിട്ട് ഉണ്ടായത്. അത് കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനമായി നൽകാൻ വേണ്ടി തയ്യാറായിരുന്നില്ലേ? ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലെ. റൂമ അല്ലെ, റൂമ കിണർ എന്നറിയപ്പെടുന്ന ആ കിണർ വാങ്ങി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞതറിയോ? ആ ജൂതനിൽ നിന്ന് ആ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേഗം തയ്യാറായി അത് പോയി കൊടുക്കാൻ റെഡിയായി ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, വെള്ളത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രതിഫലം പറയുന്നുണ്ട് അല്ലെ. കിണർ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് നമ്മളിൽ പലരും മത്സരിക്കുന്നുമുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അതുപോലെ പിന്നെ നമ്മൾ വിചാരിക്കും ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറെ ഉണ്ടാകണം. അങ്ങനെയല്ല അല്ലെ. സഹാബാക്കളുടെ ചരിത്രം നമുക്കറിയാം. അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ വാഹനപ്പുറത്ത് വരികയുണ്ടായി. അങ്ങനെ അദ്ദേഹം തന്റെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരുടെയെങ്കിലും കൂടെ അധികം വാഹനമുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് നൽകട്ടെ. ആർക്കെങ്കിലും അധികം ഭക്ഷണം ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് നൽകട്ടെ. അങ്ങനെ അവർ ഒരുപാട് വിഭാഗം സമ്പത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞു. എത്രത്തോളം എന്നാൽ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. സഹാബാക്കൾ പറയാൻ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള മറ്റവർക്ക് കൊടുക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക പറഞ്ഞ് അത് കേട്ടിട്ട് നമുക്ക് തോന്നിപ്പോയി, സഹാബാക്കൾക്ക് തോന്നിപ്പോയി എന്ത്, നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയാകുന്നത് അത് നമുക്ക് നമ്മളതല്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ റസൂലുള്ളാഹിന്റെ സംസാരം നമുക്ക് ആയിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ നമ്മളെ ആവശ്യങ്ങൾ അല്ലെ കഴിഞ്ഞ് ബാക്കി നമ്മളെ ആവശ്യം തീരലുണ്ടാ അല്ലെ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിട്ട് അല്ലെ. ഓരോന്ന് കഴിയുമ്പോ അടുത്ത പൂതി ഉദിക്കൂലേ? അങ്ങനെയാണല്ലോ പെണ്ണിന്റെ അവസ്ഥ പറയുന്നത് അല്ലെ. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ടുള്ള ശ്രേഷ്ഠത പറയുന്നത് എന്താ അറിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന യുളാഇഫഹു ലഹു. സോറി, അല്ല, അതെന്നെ ഓടിപ്പോന്ന്. അതല്ല, ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന യുളാഇഫഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം. നമ്മളെ നാവിൽ അതിങ്ങനെ വന്നുകൊണ്ട് ഒരു ആയത്തന്നെ നോക്കിയിട്ട് വന്നവരാ അതാ വന്നു പോകുന്നത്. ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അള്ളാഹു ഇരട്ടിയാക്കി അത് തരും. മാത്രമല്ല അതിന്റെ കൂടെ പറയുന്നത് വെച്ചാല് പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും എന്നുള്ളതും കൂടിയാണ്. വയഗ്ഫിർലക്കും സൂറത്ത് 64:17, 64-ാമത്തെ അധ്യായം ഏതാ? സൂറത്ത് മുൽക്ക് 67 അല്ലേ? അപ്പൊ അതിന് 2-3 സൂറത്ത് മുമ്പായിരിക്കും വരിക. അപ്പൊ നമുക്ക് പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അള്ളാഹു ഇരട്ടിയാക്കി തരുന്നും പറയുന്നുണ്ട്. കൂടാതെ നമ്മളെ പാപങ്ങൾ പുറത്തു തരും അല്ലെ. അതുപോലെ നമ്മള് സൂറത്തുൽ ബഖറയിൽ പഠിച്ച ആയത്താണ് ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാഹി അല്ലെ, വഇൻ തുഖ്ഫൂഹാ വതുഅൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിറു അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ബഖറ പറയുമ്പോ ഓതാൻ ഇങ്ങനെ ഓരോരുത്തർക്ക് ആവേശം കൂടുന്നല്ലേ. മാഷാ അല്ലാഹ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ, ആമീൻ. അപ്പം നിങ്ങള് ദാനധർമ്മങ്ങൾ അവിടെ പറയുന്ന എന്താ? ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. എന്നാൽ നിങ്ങളത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അത് വയുകഫിറു അൻകും മിൻ സയ്യിആതികും. ഷംലല്ലേ അല്ലേ? ഒരുപാട് തിന്മകളെ അള്ളാഹു താല നിങ്ങൾക്കത് മായ്ച്ചു തരുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം പാപങ്ങൾ പൊറുക്കും. വേറൊരു ഹദീസിൽ പറയുന്ന വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാർ. വെള്ളം തീയെ അണക്കുന്നത് പോലെ ദാനധർമ്മം പാപത്തെ
നീക്കിക്കളയും. വെള്ളം എന്ന് പറയുന്നത് അല്ലെ തീ കെടുത്താൻ ഉപയോഗിക്കുന്നില്ല, അതുപോലെ നമ്മളെ പാപങ്ങള് മായ്ച്ചു കളയും സദഖ ചെയ്യുന്നതിലൂടെ. രണ്ടാമത്തത് ദാനം ചെയ്യുന്നതിലൂടെ ധനം വർദ്ധിപ്പിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും നമ്മള് ദാനം ചെയ്യുന്നതിന്റെ ഇതിൽ പറയുമ്പോ എന്താ പറഞ്ഞത്? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അല്ലെ. ഒരു ധാന്യമണിയോടാണ് അവിടെ ഉപമിച്ചത് അല്ലെ. ഒരു ധാന്യം അത് 7 കതിരുകളാകുന്നു അല്ലെ. സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഓരോ ധാന്യത്തിലും 100 വീതം ധാന്യങ്ങള് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതും അള്ളാഹു അതിൽ ഇരട്ടിയായിട്ടും കൊടുക്കും. 100 ചിലപ്പോ 700, 70,000, 1,00,000, കോടിയും എല്ലാം കൊടുക്കും ചിലപ്പോ. അത് നമ്മളെ മനസ്സിന് ഉദ്ദേശവും അല്ലെ നിയത്തനുസരിച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അത് ഇത്ര നല്ല ഉപമയാന്ന് ചിന്തിച്ചൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയില്ല അത് പറയുന്നത് അല്ലെ. ശരിക്കും ഒരു കുഞ്ഞു ധാന്യം അല്ലെ, അത് നട്ട് അത് മുളച്ച് അതിൽ നിന്ന് കതിരുകൾ ഉണ്ടായി, ആ കതിരുകളിലും തന്നെ അല്ലെ കുറെ നെന്മണികൾ. ഇതുപോലെയാണ് നമ്മള് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലുള്ള പ്രതിഫലം പറയുന്നത്. നമ്മളെ സമ്പത്ത് കുറയൂല, കൂടുകയേ ചെയ്യും, കുറഞ്ഞു പോകുകയേ ചെയ്യില്ല. ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ ശ്രമിക്കണം അല്ലെ. നമ്മുടെ അടുത്ത് 10 റുപ്യ ഉണ്ടെങ്കിൽ 1 രൂപക്ക് ഒരാൾ ആവശ്യക്കാരനാണെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. നമ്മളടുത്ത് ഇല്ലാത്ത ആളാന്നൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല. ആ രീതിയിൽ അള്ളാഹു ധനത്തിന് വർദ്ധിപ്പിച്ചു തരും അല്ലെ. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. അള്ളാഹുവാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞതല്ല കേട്ടാ. വേറെ ആരും പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. എന്താ പറഞ്ഞതെന്നറിയോ? വമാ അൻഫഖ്തും മിൻ ശൈഇൻ, നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ എന്തെന്ന് ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു. എന്താ അതിന്റെ അർത്ഥം വരാ? അറിയുന്നല്ല. ഫഹുവ യുഖ്ലിഫുഹു. അഖ്ലഫ യുഖ്ലിഫു. യുലായിഫു പോലെ തന്നെ ഒരു വാക്കാണ്, പകരം തരും. പിൻഗാമിന്നല്ലേ ഖലീഫക്ക് പറയുന്നത് അല്ലെ. വെച്ചാല് നമ്മള് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാല് അതിന് പകരം അള്ളാഹു താല തരും എന്നാണ് പറയുന്നത്. അതിന് പകരമായി അള്ളാഹു നമുക്ക് നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ. അള്ളാഹു എന്താണ്? ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവനാണ് അള്ളാഹു. 1 കൊടുത്താ 10 കിട്ടും എന്ന് പറഞ്ഞാലില്ലേ, അത് കിട്ടും. നിങ്ങൾ കൊടുത്തോക്ക് അല്ലെ. അള്ളാന്റെ മാർഗത്തില് നല്ല നിയത്തോടു കൂടി കൊടുത്തോക്ക്. കുറെ കിട്ടാൻ വേണ്ടിട്ടല്ലേ കൊടുക്കണ്ടത്, അതും വ്യത്യാസമുണ്ട്. കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല കൊടുക്കണ്ടേ അല്ലെ. നമുക്ക് നാളെ ചിലപ്പോ ഈടുന്ന ചിലപ്പോ ഇന്നേ ചിലപ്പോ കിട്ടുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നാളത്തെ കിട്ടുന്ന ആ കാര്യം ഉണ്ടല്ലോ അല്ലെ, അവിടെ എത്തിയാലും നമ്മൾ അറിയാം. ഇവിടുന്ന് തന്നെ നമ്മളിപ്പോ ആക്കലും ചെയ്തിട്ട് പിന്നെ കുറെ സ്റ്റിക്കർ അയച്ചെടുത്തതിന് എന്താ സന്തോഷം അല്ലെ. കപ്പും കിരീടെല്ലാം കിട്ടുമ്പോ ഭയങ്കര ശരിക്കുള്ള കിരീടം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇന്ന് രാവിലെ സമയത്ത് അല്ലെ ഒരു പുതിയ കിരീടം കാണുമ്പോഴത്തേക്ക് അതിന് വേണ്ടിട്ട് കൊതിയായി അല്ലെ. മാഷാ അല്ലാഹ്. അല്ലാഹ് കൊറേ അല്ലെ എല്ലാവർക്കും കിരീടം വെച്ചിട്ടാണ് ഇരിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇവിടെ നമ്മൾ എന്തായാലും കിരീടമൊന്നും വെച്ചിട്ടില്ല. അമ്മ അതൊക്കെ അറിയില്ല.